മോശങ്ങളെ മുഴുവനെ സജ്ജീകരിപ്പിക്കാൻ കഴിഞ്ഞ അല്ലാഹ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്രയോ വലിയ ഉദാരമുള്ളവനാ, അവൻ എത്രയോ വലിയ സിദ്ധാവാണ്. നമ്മളൊരു സാധനം നമ്മൾ എങ്ങനെയാ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ കാണണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ സങ്കല്പിക്കുക. ഒരു ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പോകുന്ന വസ്തുവിന്റെ ദൂരമനുസരിച്ച് ഇതിന്റെ ലെൻസിനെ നമ്മൾ ക്രമീകരിക്കണം. ആ ലെൻസിനെ ഒരു ഫോട്ടോഗ്രാഫർ ക്രമീകരിക്കുന്നത് അതിനെ മുൻപോട്ടും പിന്നോട്ടും ചലിപ്പിച്ചു മാറ്റിക്കൊണ്ടോ. പക്ഷേ കണ്ണെന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഫോട്ടോ ക്യാമറ. ആ ക്യാമറ എങ്ങനെയാണ് ചെയ്യുന്നത്? ലെൻസിനെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുകയല്ല, അതതിന്റെ ലെൻസിനെ ഓരോന്നിന്റെ ദൂരമനുസരിച്ച് വക്രീകരിക്കുകയാണ്. ആ വക്രീകരിക്കുന്ന സമയത്ത് നാം കാണാൻ പോകുന്ന വസ്തുവൽപ്പം അകലെയാണെങ്കിൽ ഞാനിപ്പോ ആ ക്യാമറ കാണുന്നുണ്ട്, ആ ക്യാമറ എന്റെ കണ്ണിൽ നിന്ന് അകലെയാണെങ്കിൽ അകലത്തിനനുസരിച്ച് എന്റെ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികൾ ചുരുങ്ങിയിട്ട് എന്റെ ലെൻസിന്റെ വക്രീകരണം ഗോളാകൃതിയിൽ വക്രീകരണം കൂടും. ഈ വസ്തുവിന്റെ അകലമനുസരിച്ച് ഈ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികള് മെല്ലെ ക്രമീകരിക്കപ്പെട്ട് അതിന്റെ ലെൻസിനെ വക്രീകരിച്ച് അതിനനുസരിച്ച് കാഴ്ചയെ സംവിധാനിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അല്ലാഹു തന്ന കാഴ്ചയുടെ അനുഗ്രഹം അറിഞ്ഞ് വസ്തുവിന്റെ അകലമനുസരിച്ച് ലെൻസിന്റെ സൈഡിലുള്ള പേശികള് വലിയാനും കുറുകാനും നിർദ്ദേശം കൊടുക്കുന്നത് തലച്ചോറ്. ആ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുമ്പോ വസ്തുവിന്റെ അകലമനുസരിച്ച് പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോഗ്രാഫർ എത്ര മിനിറ്റ് ഈ ലെൻസ് മുമ്പോട്ട് പുറകോട്ട് ചലിപ്പിച്ച് ക്രമീകരിക്കണം. പക്ഷേ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വന്ന് ആ സിഗ്നൽ അങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ കാഴ്ച ക്രമീകരിച്ചു ആ വസ്തുവിനെ കാണാൻ സെക്കൻഡിലൊരു അംശം കൊണ്ട് ഇതിനെ സംവിധാനിക്കുന്നതാണ്. ആ സംവിധാനിക്കുന്ന തമ്പുരാനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏകനായ എന്റെ അല്ലാഹ് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു കണ്ണുനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലേ? എന്താ കണ്ണുനീരെന്നറിയോ? ആ കണ്ണുനീരിന്റെ കണ്ണിന്റെ ഉള്ളിൽ നൈസോസിൻ എന്ന് പറയുന്ന ഒരു അണുനാശിനി പോലെയുള്ളൊരു ഹോർമോണുണ്ട്. ആ കണ്ണുനീര് വെളിയിലോട്ട് വരുമ്പോ അത് കണ്ണിനെ കഴുകി ശുദ്ധിയാക്കുകയാണ്. എങ്ങാനും ഒരു പൊടി വന്നിട്ട് നമ്മുടെ കണ്ണിന് വീഴുമ്പോ ആ സമയത്ത് കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പൊടിയെ വെളിയിലോട്ട് തള്ളുന്നതാരാ? ആ കണ്ണിലെങ്ങാനും പൊടി വീഴുന്ന സമയത്തൊരു തുള്ളി കണ്ണുനീര് വന്നില്ലെങ്കിൽ കണ്ണിന്റെ ഉൾഭാഗം ഉണങ്ങി തയ്യായിരുന്നാൽ ആ പൊടി നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ തുറച്ചു കയറില്ലേ? അത് നമ്മുടെ കാഴ്ചയെ ക്ഷയപ്പെടുത്തുകയില്ലേ? കണ്ണുനീര് തഥാനുസൃതമായിട്ടൊരു പൊടി വന്ന് വീണാല് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നു. ലൈസോസിൻ എന്ന് പറയുന്ന തീവ്രമായ അണുനാശിനിയുടെ ഗുണം കൈയുണ്ട്. ലൈസോസിൻ ആ കരടിന് വെളിയിലോട്ട് നൽകുന്നു. എന്നാൽ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ശാസ്ത്രീയമായ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് തന്നെ എല്ലാം ചർച്ച ചെയ്യണമെങ്കിൽ ഡോക്ടറേറ്റ് വേണമെന്നില്ല, അവന്റെ വായന മാത്രം മതി. സഹോദരാ, ആ സമയത്ത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കണ്ണുനീര് ധാരാളം ഉണ്ടാവാറുണ്ട്. നമ്മൾ സങ്കടത്തോടെ കരയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു ദിവസം 3/4 ഗ്രാം കണ്ണീരാണ് വരുന്നതെന്നാണ് കണക്ക്. കരയുമ്പോ കണ്ണീര് വരാറുണ്ട്, സങ്കടം കൊണ്ട് കരയുമ്പോ. ഇനി സന്തോഷം പറയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. അതോടൊപ്പം തന്നെ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് ഉള്ളി എരിയുമ്പോ സവാള എരിയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഈ 3 സമയത്തും വരുന്ന കണ്ണുനീര് ഒരുപോലെയല്ല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തത കണ്ട് സങ്കടം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീര്, സന്തോഷം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീര്, ഉള്ളി എരിയുമ്പോൾ കിട്ടുന്ന കണ്ണുനീരും കൊണ്ടുപോയി ഒരു ലബോറട്ടറിയുടെ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ പരിശോധിച്ചാൽ 3 കണ്ണുനീരിന് ഉൾക്കൊള്ള 3 കണ്ണുനീരിന്റെ ഈ ഘടന തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹുവേ, 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 നിന്നെ സൃഷ്ടിപ്പിന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ്സു കുനിക്കുന്നുവല്ലോ. ഒരേ സാധനത്തിന് നല്ല വികാരത്തിനനുസരിച്ച് അതിന്റെ പുറകിന്റെ സന്തോഷവും സന്താപമുള്ള വികാരത്തിനനുസരിച്ച് ഘടനയിൽ മാറ്റം വരുത്തിയ അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല. അല്ലാഹുവേ, അല്ലാഹുവേ,
കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്, കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു ആ കണ്ണെന്ന് പറയുന്ന ഏറ്റവും വലിയ ക്യാമറ. നമ്മുടെ ഈ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം അറിയേ. ഈ കണ്ണൊരു ക്യാമറയായിട്ട് സങ്കല്പിച്ചാൽ ഇപ്പൊ ഇവിടെ MFITയുടെ ക്യാമറയുണ്ട്, അല്ലാത്തതിന്റെ ക്യാമറയുണ്ട്, എന്റെ ഫോട്ടോ എടുക്കുന്ന അബ്ദുള്ളയുടെ ക്യാമറയുണ്ട്. ആ ക്യാമറയെ ഈ കണ്ണിനെ നമ്മളൊരു ക്യാമറയായിട്ട് നമ്മളെന്നാണ് സങ്കല്പിച്ചാൽ നമ്മുടെ ഈ കണ്ണിന്റെ ക്യാമറയുടെ മെഗാപിക്സൽ എത്രയാണെന്നറിയോ? 576 മെഗാപിക്സൽ ക്യാമറയാവാഹു കണ്ണിൽ വെച്ചിരിക്കുന്നത്. iPhone 6 എന്ന ആപ്പിൾ കമ്പനിയുടെ ഏറ്റവും നൂതനമായ ഫോണിന്റെ ക്യാമറ പോലും വെറും 7 മെഗാപിക്സലാ. 7 മെഗാപിക്സലാണ്. i7ആണ്. i6 ഏതാണ്ട് 6-8 മെഗാപിക്സൽ മാത്രമാണുള്ളത്. i7 10 മെഗാപിക്സൽ എന്ന് കരുതാ. ആപ്പിൾ കമ്പനി അല്ലാഹുവിന്റെ സിദ്ധികളിൽ ഒരുവനായ കോടാനുകോടി സിദ്ധികളിൽ ഒരുവനായ പടച്ചതമ്പുരാൻ കൊടുത്ത ബുദ്ധി കേന്ദ്രങ്ങളിൽ കോടാനുകോടികളിൽ ഒരുവനായ ആപ്പിൾ കമ്പനിയുടെ ഗവേഷണശാലയിൽ നിൽക്കുന്ന പടച്ചതമ്പ് ഓസാരമായി കൊടുത്ത ബുദ്ധി കൊണ്ട് വികസിപ്പിച്ചെടുത്ത ക്യാമറകളും 8 മെഗാപിക്സലാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയരികിലിരിക്കുന്ന യാതൊരു നെറ്റിത്തരത്തിന്റെ താഴെ വെച്ചു കൊടുത്ത ഒരു കണ്ണിനെ ക്യാമറയായി സങ്കല്പിച്ചാൽ ആ ക്യാമറയുടെ വലുപ്പം 576 മെഗാപിക്സലാ. അല്ലാഹുവേ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹുവേ നിന്റെ സിദ്ധത്തിന് ഞങ്ങൾ അല്ലാഹുവേ നിന്റെ സിദ്ധത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാഹ് 28 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ ഒരു കണ്ണിന്റെ ഉള്ളിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം പ്രവർത്തനപാഠങ്ങളുള്ള അതിസങ്കീർണമായ അവയവമാണ് നമ്മുടെ കണ്ണ്. 28 ഗ്രാം മാത്രം തൂക്കമുള്ള കണ്ണിന്റെ ഉള്ളിൽ 20